അപ്പോൾ ഇന്ന് നടന്ന 10th പ്രിലിംസ് 4th സ്റ്റേജ് പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ആരൊക്കെയാണ്? മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനുമാണ്. 2ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2, 4 എന്നിവ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം VBG റാംജി എന്നാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? എന്താണ്? ഓപ്ഷൻ സി ആണ്, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? ആൻസർ ഓപ്ഷൻ സി ആണ്, R വൈരമുത്തു ആണ്. 2026 ദ ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡൽഹി ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠ സ്വാമികളാണ്. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസ ധനസഹായം നൽകുന്നു. ശരിയാണ്. 2. 35നും 60നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമണും ഗുണഭോക്താക്കൾ. അതും ശരിയാണ്. 3. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രം ആനുകൂല്യം. അതും ശരിയാണ്. 4. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അത് ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, തെറ്റായ പ്രസ്താവനകൾ ഇല്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. ശരിയാണ്. 2. PM ശ്രീ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. അതും ശരിയാണ്. 3. 2023 ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. അത് തെറ്റാണ്. 2023 2022 ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 4. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം. അത് ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവരിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, MD വാസുദേവൻ നായരാണ് ഉൾപ്പെടാത്തത്. ആസാമിൽ വെച്ച് നടന്ന 79ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം? ഓപ്ഷൻ ഡി ആണ്, സർവീസസ് ആണ്. അടുത്തത്, നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ, ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. ഭൂമിശാസ്ത്രപരമായി ധാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. അവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം? ഓപ്ഷൻ എ ആണ്, കോറമാൻഡൽ തീരമാണ്. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1923 ഭൗമതാപോർജ നിലയമായ മണികരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹിമാചൽ പ്രദേശിലാണ് മണികരൻ. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സാമ്പാർ തടാകമാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? 1. ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. 2. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. അതും ശരിയാണ്. 3. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള പ്രസ്താവനകൾ 3ഉം ശരിയാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു.
സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ CST ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസൽ അലി കമ്മീഷൻ ആണ്. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം തന്നെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി എന്നുള്ള പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 21. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? ഓപ്ഷൻ സി ആണ്. താമര. ഇന്ത്യ USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരി ഏത്? അപ്പോൾ തന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ABC എല്ലാം ശരിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്. രാംനാഥ് കോവിന്ദാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണരൂപം എന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഭൂദാൻ പ്രസ്ഥാനമാണ്. 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ഡാഷ് തമ്മിൽ ഒപ്പുവെച്ചു. ആരൊക്കെ തമ്മിലാണ് ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത്? ബാലഗംഗാധര തിലകനും മുഹമ്മദ് അലി ജിന്നയും തമ്മിലാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1921 ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം? ആൻസർ ഓപ്ഷൻ എ ആണ്. നേവി ബ്ലൂ ആണ്. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ആണ്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്? ആൻസർ സി ആണ്. 2026 മെയ് 16 കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ഓപ്ഷൻ സി ആണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണാർത്ഥമാണ്. ഡോക്ടർ അയ്യതൻ ഗോപാലനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓപ്പറേഷൻ തൂഫാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തത്? ഓപ്ഷൻ സി ആണ്. ആനന്ദമഠത്തിൽ നിന്നാണ്. ആനന്ദമഠം. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ഓപ്ഷൻ ബി ആണ്. ശങ്കരാഭരണം. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA മാരുടെ എണ്ണം? ഓപ്ഷൻ ഡി ആണ്. 11.